വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് ക്യാബേജ് യൂസ് ചെയ്താണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് തന്നെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കണതാണ്. ഒരു ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മതിയാകും ഇതിന്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പം ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കണത്. ചെറിയൊരു സവാള മതിയാകും. ചെറുതായിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തതാണത്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കടലമാവിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കളറും കൂടി കിട്ടാൻ വേണ്ടിയാണിത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കറിവേപ്പില, അല്പം സോഡാപ്പൊടി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. ഇനി നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാബേജ് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കണേ. ഇനി 1 സ്പൂണോളം ഇഞ്ചിയുണ്ട്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ചെറുതായിട്ട് കീറിയെടുത്തേക്കണ കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം സോഡാപ്പൊടി. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കാറ്. ഇനി ഇത് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കണം. പിന്നെ ഉപ്പുനീരായിട്ട് ചേർത്ത് കൊടുക്കണോണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തും കൊടുക്കണില്ല കേട്ടോ. 2-3 മിനിറ്റ് നല്ലോണം കൈവച്ച് തിരുമ്പുമ്പോഴേക്കും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും. ഇപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിയാം കുറച്ചിങ്ങനെ നനവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് ഞാൻ മൊത്തം ചേർക്കണില്ല, ആദ്യമേ പകുതി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ആ പാകത്തിനനുസരിച്ച് കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. കൈ വെച്ച് തന്നെ നല്ലോണം കുഴച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലേക്ക് അത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 വശം ഒന്ന് വറുത്തെടുക്കണം. ഒരു വശം നല്ലോണം ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 വശം നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.